ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മല്ലിയും മുളകും വറുത്തരച്ച് വെച്ച ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി നേരത്തെ തന്നെ കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണ്. ആദ്യം മല്ലി വറുത്തെടുക്കാം. മല്ലിയും മുളകും വേറെ വേറെ വറുത്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ല മല്ലി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് മുളകും കൂടി വറുത്തെടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് എടുക്കാം. ഞാനൊരു 12 മുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഈ മുളക് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 8-10 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളകും മല്ലിയും കൂടി ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ. ആദ്യം ഇതുപോലെ പൊടിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വെച്ചിരുന്ന ചട്ടിയിലേക്ക് ഈ അരച്ച് വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്നതായതുകൊണ്ട് അധികം നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന പുളിവെള്ളമാണ്. മീൻകറിക്ക് എന്തേരെ വെള്ളം വേണോ അത്രയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പുളിവെള്ളത്തിൻ്റെ ഉപ്പ് പോരായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കാൻ. മീനൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മല്ലിയും മുളകും വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.